ഹലോ കൂട്ടുകാരെ, ഇറ്റ്സ് മീ അക്ഷയ്. വെൽക്കം ടു ബ്ലോഗിംഗ് വ്ളോഗ്സ്. ഇന്ന് റിപ്പബ്ലിക് ഡേ. നമുക്കിന്ന് ടൗണിൽ പോയി റിപ്പബ്ലിക് ഡേ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മൾ എത്തിയിരിക്കുന്നു. ഇതാണ് റിപ്പബ്ലിക് ഡേ. എല്ലാം കഴിഞ്ഞു, സംഭവം എല്ലാം കഴിഞ്ഞു ഗൈസ്, എല്ലാം കഴിഞ്ഞ് നമ്മൾ അന്ന് പോയിട്ട് ഗവൺമെന്റ് സ്കൂളിന്റെ അവിടെ പോയാൽ പിന്നെ ബാക്കി കാണാൻ പറ്റില്ല. വെള്ളങ്ങൾ പിള്ളേർ കൊടുക്കുന്നുണ്ട്, നമുക്ക് കൂടെ മേടിച്ച് കുടിക്കുക. കൗൺസിലർമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി ജീവനക്കാർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വാർഡ് സഭയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പുനലൂർ നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ ആർ രഞ്ജിത്ത് സ്വാഗതം ആശംസിക്കുന്ന വികസന സെമിനാറിന്റെ ഉദ്ഘാടനം ബഹുമാന്യനായ പുനലൂർ MLA ശ്രീ PS സുബാൽ അവർ നിർവഹിക്കുകയാണ്. ഭയങ്കര തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് എല്ലാം അടിപൊളിയായിരുന്നു, സംഭവം സൂപ്പർ ആയിരുന്നു. അതെ, ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. നോക്കാം, ഭാഗ്യമുണ്ടെ കാണാം. അതെ അതെ, അങ്ങ് എത്തിയാൽ കൊള്ളായിരുന്നു. എത്തിയാൽ മതി, ഇല്ലെങ്കിൽ അകത്ത് മേലോട്ട് പോയാൽ മതി. പറഞ്ഞു സംഭവം കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കാണാൻ പറ്റും, ഉറപ്പായിട്ട് കാണാൻ പറ്റും. ഈ ട്രാഫിക് ഉണ്ടെങ്കിൽ അവിടെ സംഭവം കഴിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വീക്ഷണകോണം പറയുന്നത്. വീക്ഷണകോണം നല്ല കോണമാണ്. നോക്കിയിട്ട് വരാം സംഭവം. കൂടെ നമ്മളൊരു സുഹൃത്തിനെ കൂടെ കണ്ടിരിക്കുന്നു. താങ്കളൊന്ന് എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് പറയൂ. തീർച്ചയായും ചെയ്തു പറയൂ. അതെ 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 പറയൂ. ഓക്കെ, താങ്ക് യു. ആദ്യം എടുത്തേ. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പറ്റുന്നില്ല, ഭയങ്കര ചൂട്. എനിക്കറിഞ്ഞൂടാ, ഞാൻ വ്ളോഗ് എടുത്ത് ഫുള്ള് നടപ്പായി. ഒരു ഇരുന്നുള്ള പരിപാടി ഇല്ല, നടന്നുകൊണ്ടാണ് പരിപാടി മൊത്തം. അതെ, ഈ ന്യൂ ഇയറിന് കിട്ടിയ ശാപുവാ നടത്തം മൊത്തത്തിൽ. ന്യൂ ഇയർ നീ മിണ്ടരുത്, കൊല്ലം പോയേക്കുവാ. അതെ അതെ, നല്ല അടിപൊളിയായിരുന്നു. അതെ അതെ, സന്നദ്ധരായ പോലീസുകാർ, കുട്ടികൾ, സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്ന കുട്ടികൾ, കാണാൻ വന്ന ആൾക്കാർ എല്ലാം ഉണ്ട്. സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിരിക്കുന്നു ഗൈസ്. നമ്മൾ ആ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. 10 സബ്സ്ക്രൈബർ പറയണേ. ഇതൊക്കെ ഒരു മിന്നായ പോലെ കാണിച്ചാൽ മതി. ഇത്രയും വിപുലമായി ഇത്രയും പേരുടെ പങ്കാളിത്തത്തോടെ നടത്തുന്നു എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവാം. ഞായറാഴ്ചയായി ഇത്രയും വലിയ ഒരു ട്രാഫിക് ബ്ലോക്കും ഇത്രയും ആൾക്കാരെ കൂട്ടി വെയിലത്ത് നടത്തി നമ്മള് റോഡിൽ കൂടെ മൊത്തം നടന്ന് തേരാപ്പാര നടന്നിട്ട് നമ്മൾ കണ്ടത് ഒരു ആനയാണ്. വെറും ആനയല്ല, പാവാന. പാവമായ ആന. സ്കൂളിൽ കാണാൻ നമുക്ക് എന്തുകൊണ്ട് ബാക്കി. സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ് സുഹൃത്തുക്കളെ. ചാനലിന്റെ പേരെന്താ? എനിക്ക് യൂട്യൂബില്ല, ഫോണിൽ ഞാൻ ഫോൺ ഉപയോഗിക്കത്തില്ല. ഈ ഫോണില്ല. നമ്മളെ കണ്ടിരിക്കുന്നത് അഫ്സൽ വലിയ റീൽസ് ആക്ടറാണ്. അച്ചുബയുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ. ഞാൻ കുറച്ച് തിരക്കാട്ട് കൊടുക്കുവാണ്.
നമുക്ക് ആശയങ്ങൾ നമ്മുടെ ഏത് രീതിയിലുള്ള ആശയങ്ങളുടെ ഈ രാജ്യത്ത് സാധിക്കുന്നത് മറ്റേതൊക്കെ രാജ്യത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ പല ആൾക്കാരുകളും അന്യരാജ്യത്ത് പോയാൽ നമുക്ക് പ്രശ്നങ്ങൾക്കും നമുക്ക് പരമാവധി അറിഞ്ഞു വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുത മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോ കണ്ടത് ആ അപ്പാടെ ട്രാഫിക് കണ്ടു, പോലീസിനെ കണ്ടു, പിള്ളേരെ കണ്ടു, പിന്നെ ചേട്ടന്മാരെ കണ്ടു, ഒരു ജ്യൂസ് കിട്ടി, വെള്ളം കിട്ടി, പിന്നെ വേറൊന്നുമില്ല. നമ്മൾ കുറച്ച് ഒരു 2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് തോന്നുന്നത്. 2.5 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് 2.5 മണിക്കൂർ ഇതിന്റെ എല്ലാ ഇതും നമുക്ക് അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ച് ഫസ്റ്റ് തന്നെ നമുക്ക് വലിയ വിപുലമായിട്ട് നമുക്ക് കാണിക്കാൻ പാടില്ല. അടുത്ത വർഷത്തെ റിപ്പബ്ലിക് നമുക്ക് സിനിമയാക്കണം. അത് ഞാൻ ഉറപ്പ് വരുന്നു. ജനനായകൻ അതെ, വിജയുടെ പുതിയ സിനിമ ഇറങ്ങി, ഫസ്റ്റ് ലുക്ക് ഇറങ്ങി, സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഇറങ്ങി. ജനനായകൻ നല്ല പോസ്റ്ററാണ്. അടിപൊളി. അപ്പൊ ഞങ്ങൾ ഈ വ്ലോഗ് നിർത്തുന്ന ഇറ്റ്സ് മീ അക്ഷയ് വിത്ത് ഗോയിങ് വ്ലോഗ്സ്. എന്റെ കൂടെ അപ്രാച്ചി ക്യാമറ സൈനിങ് ഓഫ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, പിന്നീടടിക്കുക, എല്ലാം ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ID അച്ചുബായ്, അതൊന്നും ചിന്താക്കുക. അപ്പൊ ബൈ നെക്സ്റ്റ്.